Hello my dears, we can move to unit number 2 to the world of animals. Animalsന്റെ വേൾഡിലേക്ക്. ആനിമൽസ് പലതരത്തിലുണ്ട്. മെയിനായിട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് നോൺ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ് എന്ന് നോക്കാം. ആനിമൽസ് ദറ്റ് ആർ കെയർഡ് ബൈ ആൻഡ് ഫോർ ഹ്യൂമൻസ്. ഹ്യൂമൻസ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യുന്ന മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. ദി ഓഫൺ ലിവ് ഓൺ ഫാംസ്. അവ സാധാരണയായിട്ട് ഫാംസിലാണ് താമസിക്കുന്നത്. ഓർ ഇൻ ഹോംസ്, അല്ലെങ്കിൽ വീടുണ്ടാക്കിയിട്ട് അവിടെ, അതായത് ഓരോരോ മൃഗങ്ങൾക്ക് ഓരോരോ വീടുണ്ടല്ലോ. കൗവിന് ഷെഡ്, അങ്ങനെ ഡോഗിന് കനൽ, അതുപോലത്തുള്ള ഹൗസസ് ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിക്കും. എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. കൗ എന്ന് പറഞ്ഞാൽ അറിയാം, പശു എന്ത് ചെയ്യുന്നു? പ്രൊവൈഡേഴ്സ് വിത്ത് മിൽക്ക്, നമുക്ക് പാല് തരുന്നു. ദെൻ ചിക്കൻസ്, കോഴികൾ എന്ത് ചെയ്യുന്നു? ലേ എഗ്സ്, മുട്ടയിടുന്നു. ദാറ്റ് വി ഈറ്റ്, അതാണ് നമ്മൾ കഴിക്കാറ്. ദെൻ പിഗ്സ്, പന്നികൾ എന്ത് കിട്ടുന്നു നമുക്ക്? വി ഗെറ്റ് മീറ്റ്, നമുക്ക് ഇറച്ചി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഹോഴ്സ്, കുതിര, യൂസ്ഡ് ഫോർ ട്രാവലിംഗ്, സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഡോഗ്, നായ, ടു ഗാർഡ് അവർ ഹൗസ്. നെക്സ്റ്റ് നോൺ ഡൊമസ്റ്റിക്കേറ്റഡ് ഓർ വൈൽഡ് ആനിമൽസ്. കാട്ടിൽ താമസിക്കുന്ന, നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോറ്റാത്ത മൃഗങ്ങളാണ് നോൺ ഡൊമസ്റ്റിക് ആനിമൽസ്, അതായത് വൈൽഡ് ആനിമൽസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വൈൽഡ് ആനിമൽസ് ആണല്ലേ. കടുവയും ലയണും ടൈഗറും പിന്നെ ജിറാഫും എലിഫൻ്റൊക്കെ വൈൽഡ് ആനിമൽസ് ആണ്. പക്ഷേ എലിഫൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡൊമസ്റ്റിക്കായിട്ട്. ഇതൊക്കെ വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എലിഫൻറ്റിനെ നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽ ആക്കുന്നില്ല. ചില ആനിമൽസിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡൊമസ്റ്റിക് ആക്കാറുണ്ട്. സാധാരണ കാട്ടാനകൾ കാട്ടിലാണ് ഉണ്ടാവാറ്. നമ്മളതിനെ ചിലതിനെ മെരുക്കി കൊണ്ടുവന്നിട്ട് ഡൊമസ്റ്റിക് ആക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ തടികളൊക്കെ വലിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ. ഇനി ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ ഫോറസ്റ്റ്. ഓക്കെ, വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ താമസിക്കുന്ന മൃഗങ്ങൾ. എക്സാമ്പിൾ നോക്കാം. ലയൺസ് ലിവ് ഇൻ ജംഗിൾ താമസിക്കുന്നു. ആൻഡ് ഹണ്ട് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടി അവരെന്താ ചെയ്യുന്നത്? ഹണ്ടിങ്, വേട്ടയാടുന്നു. എലിഫൻസ്, ആനകൾ, റോം ഫ്രീലി ഇൻ ഫോറസ്റ്റ്, കാട്ടിലൂടെ ഫ്രീ ആയിട്ട് നടക്കാം. നാഷണൽ പാർക്സിലൊക്കെയാണ് അവർ ഉണ്ടാവുക. ദെൻ ഡീർ, മാന്, ഗ്രേസ് ഇൻ വൈൽഡ് ആൻഡ് ആർ പാർട്ട് ഓഫ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റംസ്. അവർ മാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുല്ലൊക്കെ കഴിച്ച് കാട്ടിൽ നിൽക്കും. ആ മാനില്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ 4ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പം അതൊക്കെ തകരാറില്ല. അപ്പോൾ ഒരുപാട് മൃഗങ്ങളും ഒറ്റയൊക്കെ നമ്മുടെ ലോകത്ത് നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് പെറ്റ് ആനിമൽസ്. എന്താ പെറ്റ് ആനിമൽസ് എന്ന് നോക്കാം. ആനിമൽസ് ദറ്റ് ആർ കെപ്റ്റ് ഫോർ എ പേഴ്സൺസ് കമ്പനി, ഒരാൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓർ ഫോർ എൻജോയ്മെൻറ്റ് അറ്റ് ഹോം, വീട്ടിലൊരു രസത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമ്പിൾ ക്യാറ്റ്, ഡോഗ്, സ്നേക്ക്. പാമ്പിനെ വളർത്തുന്നവരുണ്ട്, ഡോഗിനെ, ക്യാറ്റിനെയൊക്കെ വെറുതെ ഓമനിക്കാൻ വേണ്ടിയിട്ടൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഓമനിക്കാൻ വേണ്ടിയിട്ട് പോറ്റുന്ന മൃഗങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാതരം നായയും വീട് പിന്നെ ഗോഡയൊന്നുമില്ല. പിന്നെ ചെറിയ കുഞ്ഞു നായ്ക്കളൊക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കണ്ട അതുപോലെയുള്ള ഡോഗ്സൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പോറ്റുന്ന മൃഗങ്ങളാണ് പെറ്റ് ആനിമൽസ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താ? വി റേസ് ആനിമൽസ് ഫോർ വാരിയസ് പേർപ്പസസ്. നമ്മൾ ആനിമൽസിനെ റേസ് ചെയ്യുന്നത് ഒരുപാട് പേർപ്പസസ്, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. നമുക്കറിയാം, മിൽക്ക്, പാലും മുട്ടയും മീറ്റും ഇറച്ചിയൊക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. ഇതൊക്കെയാണ് സ്മോൾ ബെനിഫിറ്റ്സ്. ചെറിയ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്നത്? ബീസ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ബൈ ക്യാരിങ് പോളൻസ്. ചെറിയ ചെറിയ തുമ്പികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് പ്ലാന്റ്സ്, ചെടികളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ? ടു ഗ്രോ ബൈ ക്യാരിങ് പോളൻസ്. അവരുടെ പോളൻ ഗ്രെയിൻസ്, എന്താ പറയുന്നത്, പൂവിലുണ്ടാവുന്ന പൂമ്പൊടിയൊക്കെ ഇവരുടെ കാലിൽ നിന്ന് തട്ടിയിട്ടാണ് അടുത്ത പൂവിലേക്കൊക്കെ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. നെക്സ്റ്റ് എർത്ത് വേംസ്, മണ്ണിരകൾ. ഇംപ്രൂവ് സോയിൽ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഓർഗാനിക് മാറ്റർ. ചെറിയ മണ്ണിര പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മണ്ണിനൊക്കെ ചെറിയ ചെറിയ ഓർഗാനിക് മാറ്റേഴ്സൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലാർജ് ബെനിഫിറ്റ്സ്, വലിയ വലിയ ഉപയോഗങ്ങൾ.
കൗ ആൻഡ് ഗോട്ട് ഗിവ്സ് അസ് മിൽക്ക്. പശു ആടൊക്കെ നമുക്ക് പാല് തരുന്നു. ഷീപ്പ് പ്രൊവൈഡ് വൂൾ ഫോർ ക്ലോത്തിങ്. ചെമ്മരിയാടൊക്കെ നമുക്ക് കമ്പിളിയൊക്കെ തരുന്നുണ്ട്. പിന്നെയോ ഹോസസ് ഹെൽപ്പ് വിത്ത് ട്രാൻസ്പോർട്ട് ആൻഡ് ഫാമിംഗ് ഇൻ സം ഏരിയാസ്. കുതിരകൾ ട്രാൻസ്പോർട്ടിനും അതുപോലെ തന്നെ ഫാമിങ്ങിനൊക്കെ നമുക്ക് യൂസ് ആവുന്നു. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ ശാരീരികമായ പ്രത്യേകതകൾ. ക്രീച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. ഓരോ മൃഗങ്ങളും വ്യത്യാസമാണ്. എങ്ങനെയാ? എവ്രി ക്രീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ മൃഗങ്ങൾ എങ്ങനെയാണ് വ്യത്യാസം? സൈസിൽ, അതിൻ്റെ വലിപ്പത്തിൽ, കളർ നിറത്തിൽ, ഹോൺസ് കൊമ്പ്, നെയിൽസ് നഖങ്ങൾ, സ്പോട്ട്സ് അതിന് ശരീരത്തിലുള്ള അടയാളങ്ങൾ, പിന്നെ സ്ട്രൈപ്സ് വരകൾ, അങ്ങനെ ഒരുപാട് തരത്തിൽ പ്രത്യേക ഡൈവേഴ്സിറ്റി ഇൻ അപ്പിയറൻസ്, കാഴ്ചയിലെ വൈവിധ്യം. എങ്ങനെയുള്ള മൃഗങ്ങളുണ്ട്? എല്ലാ മൃഗങ്ങളും ഒരേ സൈസാണോ? അല്ല. ഫ്രം ടൈനി വേംസ്, ചെറിയ കുഞ്ഞു പുഴുക്കൾ മുതൽ ജയൻസ്, വലിയ സൈസുള്ള മൃഗങ്ങൾ വരെയും ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. ജിറാഫ്സ് ഹാവ് ലോങ് നെക്സ് ടു ഈറ്റ് ലീവ്സ് ഫ്രം ടോൾ ട്രീസ്. ജിറാഫിന് എന്തുണ്ട്? ലോങ് നെക്കുള്ള ജിറാഫ്. ലോങ് നെക്കുള്ള ജിറാഫ് എന്ത് ചെയ്യുന്നു? ഈറ്റ് ലീവ്സ് ഫ്രം ടോൾ ട്രീസ്, വലിയ നീളമുള്ള മരത്തിൽ നിന്നൊക്കെ ഇലകൾ തിന്നുന്നു. പിന്നെയോ എലിഫൻസ്, ആനകൾ ഹാവ് ട്രങ്ക് ടു പിക്ക് അപ്പ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ. എന്തിൻ്റെ? ട്രങ്ക് അവരെന്ത് ചെയ്യും? ട്രങ്ക് ഉപയോഗിച്ചിട്ട്, ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്ക ഉപയോഗിച്ചിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ പീകോക്സ് ഉണ്ട്, മയിലുകൾ. ഹാവ് കളർഫുൾ ഫെദേഴ്സ് ടു അട്രാക്ട് മെയ്റ്റ്സ്. അതിൻ്റെ ഇണയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫെദേഴ്സ് ഉണ്ട്. ടൈഗറിന് എന്താ ഉള്ളത്? ഹാവ് സ്ട്രൈപ്സ് ഇൻ ദർ ബോഡി. മേലിൽ മൊത്തം വരകളുണ്ട്. ഫിഷിനോ? ഫിഷ് ഹാവ് ഗിൽസ് ആൻഡ് ഫിൻസ് ടു സ്വിം. ഗിൽസും ഫിൻസൊക്കെ ഉണ്ട് ഫിഷിന്. എന്തിനാ? സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലതരത്തിലുള്ള വലിയ മൃഗങ്ങൾ. ഇനി ചെറിയ മൃഗങ്ങളെ നോക്കിയതാ. ഡെർമാഡെക്സ് ദാറ്റ് ലിവ്സ് ഓൺ ഹ്യൂമൻ സ്കിൻ, ശരീരത്തിൽ വളരുന്ന പ്രത്യേക തരം ചെള്ള്. പിന്നെ പാരസൈറ്റ് ദാറ്റ് ലിവ്സ് ഇൻ ദ ഗട്ട്, നമ്മുടെ വയറിലുണ്ടാവുന്ന ചെറിയ വിരകൾ. കൊറോണ വൈറസ് നമുക്കറിയാം, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ക്രീച്ചറാണ്. പാറ്റകളും തുടങ്ങി വലിയ ആനകളിലും പിന്നെയോ വലിയ തിമിംഗലത്തിൽ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ആനിമൽസിൻ്റെ വെറൈറ്റീസ്. യുണീക്ക് അഡാപ്റ്റേഷൻസ്, പിന്നെ പ്രത്യേകതരം അഡാപ്റ്റേഷൻസ് എന്ന അനുകൂലനങ്ങൾ. അതായത് ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജീവിക്ക് ഉള്ള പ്രത്യേകത. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു, ഒരുപാട് മൃഗങ്ങളെ കാര്യം പറഞ്ഞു, അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു. അതിൽ വെറൈറ്റി ആയിട്ടുള്ളത് നോക്കാം. ക്യാമിലിയോൺസ്. എന്താ ക്യാമിലിയോൺസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഓന്തിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ചേഞ്ച് കളർ, അതിന് നിറം മാറാൻ പറ്റും. ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദെയർ സറൗണ്ടിങ്സ്, അതിൻ്റെ ചുറ്റുപാടിലേക്ക് അലിഞ്ഞ് ചേരാൻ വേണ്ടി. അതായത് പെട്ടെന്ന് ഒരാൾ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നിറം മാറാൻ പറ്റും. പിന്നെയോ ഡോൾഫിൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഹാവ് സ്ട്രീം ലൈൻഡ് ബോഡീസ് ടു സ്വിം ഫാസ്റ്റ്. നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരം, അതായത് സ്ട്രീം ലൈൻ എന്ന് അതിനെ പറയുക. സ്ട്രീം ലൈൻഡ് ബോഡി എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്വിം ഫാസ്റ്റ്, നല്ല സ്പീഡിൽ നീന്താൻ വേണ്ടിയിട്ട് നല്ല സ്ട്രീം ലൈൻഡ് ബോഡീസ് ഉണ്ട്. മെറൈൻ ലൈഫ് എന്താ? കടലിലുള്ള മൃഗങ്ങൾ. കരയിൽ മാത്രമാണോ മൃഗങ്ങളുള്ളത്? അല്ല, കടലിലും മൃഗങ്ങൾ ഉണ്ട്. വെറൈറ്റി ഇൻ ദ സീ, കടലിലുള്ള വെറൈറ്റീസ്. ഫിഷ് നമുക്കറിയാം, ഒരുപാട് തരം ഫിഷ് ഉണ്ട്. ക്ലൗൺ ഫിഷ് ദാറ്റ് ലിവ് ഇൻ കോറൽ റീഫ്സിൽ പവിഴപ്പുറ്റിൻ്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന ഫിഷസ് ഉണ്ട്. ഷാർക്സ്, സ്രാവുകൾ ആർ ലാർജ് പ്രെഡേറ്റേഴ്സ് ഇൻ ദ ഓഷ്യൻ. വലിയ ഓഷ്യനിൽ മറ്റു മൃഗങ്ങളെയൊക്കെ കൊന്നുതിന്നാൻ ഭയങ്കര ശക്തിയാണല്ലേ. ജെല്ലി ഫിഷ് ഫ്ലോട്ട് ആൻഡ് ഡ്രിഫ്റ്റ് വിത്ത് ഓഷ്യൻ കറൻസ്. ജെല്ലി ഫിഷ് എന്താണ്? ഫ്ലോട്ട്, ഒഴുകാനും ഡ്രിഫ്റ്റ് ചെയ്ത് പോവാനൊക്കെ പറ്റും ഓഷ്യൻ്റെ, കടലിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒഴുക്കിനോട് അനുകൂലമായിട്ട്. നെക്സ്റ്റ് മൂവ്മെൻറ്റ്, ചലനം. എന്തൊക്കെ രീതിയിലുള്ള ചലനങ്ങളുണ്ടെന്ന് നോക്കാം. ഈച്ച് ക്രിയേച്ചർ ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ
the features of its body and the environment that it lives. ഓരോ മൃഗങ്ങൾക്കും അത് താമസിക്കുന്ന എൻവയോൺമെൻറ്റും അതിൻ്റെ ബോഡി ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്, ഇതൊക്കെ ഫ്ലൈയിങ് ആണ്. പിന്നെയോ വാക്ക് ആൻഡ് റൺ, ഓടാനും നടക്കാനും പറ്റുന്നതുണ്ട്. സ്വിം ചെയ്യാൻ പറ്റുന്നത്, നീന്താൻ പറ്റുന്നതുണ്ട്. പിന്നെയോ ക്രൗൾ ചെയ്യാൻ പറ്റുന്നത്, എഴഞ്ഞെഴഞ്ഞ് പോകാൻ പറ്റുന്നത്. സോ ഡിഫറെൻറ്റ് വേസ് ആനിമൽസ് മൂവ്. എന്തൊക്കെ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്? ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ്, പക്ഷികൾ പറക്കും അല്ലേ. എക്സാമ്പിൾ ഈഗിള്, സ്പാരോസ് എക്സെട്ര. ഫിഷ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വിം വിത്ത് ഫിൻസ് ആൻഡ് ടെയിൽസ്, ഫിൻസും ടെയിൽസൊക്കെ യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? നീന്തുന്നുണ്ട്. എക്സാമ്പിൾ സാൽമൺ, ഗോൾഡ് ഫിഷ്. സ്നേക്സ് പാമ്പ് സ്ലിതർ ഓൺ ദ ഗ്രൗണ്ട് യൂസിങ് ദെയർ മസിൽസ്, അത് ആ നിലത്തൂടെ എന്ത് ചെയ്യുന്നു? ക്രൗൾ ചെയ്ത് എഴഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ മൂവ്മെൻറ്റ് സ്റ്റൈൽസ്, പല തരത്തിൽ, ഒരു ജീവിക്കുന്ന 2-3 തരത്തിലുള്ള മൂവ്മെൻറ്റ്. ഇതിനൊക്കെയാണ് ഫ്രോഗിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ജമ്പ് ആൻഡ് സ്വിം, ജമ്പിങ്ങും പറ്റും സ്വിമ്മിങ്ങും പറ്റും. ഡക്സിനോ വാക്ക് ചെയ്യാൻ പറ്റും, സ്വിം ചെയ്യാൻ പറ്റും, ഫ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഡയറ്ററി ഹാബിറ്റ്സ്, അതിൻ്റെ ഭക്ഷണശീലങ്ങൾ. ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ടിട്ട് മൃഗങ്ങളെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. ഹെർബിവോർസ്, പ്ലാന്റ് ഈറ്റേഴ്സ് എന്ന് പറയും, ചെടികൾ മാത്രം കഴിക്കുന്നവ. ഹെർബ് എന്ന് നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ലെസണിൽ, കുറ്റിച്ചെടികളെ പറയാം. അപ്പോൾ ഹെർബ് കഴിക്കുന്നവർ ഹെർബിവോർസ്. എക്സാമ്പിൾ ഡീർ ഈറ്റ് ഗ്രാസ് ആൻഡ് ലീവ്സ്. ഡീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാന് എന്ത് ചെയ്യുന്നു? ഗ്രാസ് ലീവ്സൊക്കെ കഴിക്കും. റാബിറ്റ്സ് നമുക്കറിയാം എന്താണ്? മുയലുകൾ ഈറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ്. പിന്നെ എന്താണ്? കൗ ഉണ്ട്, ഗോട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെർബിവോഴ്സാണ്. നെക്സ്റ്റ് ആണ് കാർണിവോഴ്സ്, മീറ്റ് ഈറ്റേഴ്സ്. ഉണ്ടോ? ഇതിൻ്റെ പല്ലുണ്ടോ? കാർന്ന് തിന്നുന്ന പോലത്തെ പല്ലുള്ളതും ഉണ്ട്. കാർണിവോഴ്സ് എന്നാണ് അവരെ പറയുന്നത്. മീറ്റ് ഈറ്റേഴ്സ്, ഇറച്ചി തിന്നുന്നവർ. എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നോക്കാം. ലയൺസ്, സിംഹം. ഹണ്ട് ആൻഡ് ഈറ്റ് അതർ ആനിമൽസ്, മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടി തിന്നും. ഈഗിൾസ്, പരുന്ത് എന്ത് ചെയ്യുന്നു? ക്യാച്ച് ആൻഡ് ഈറ്റ് ഫിഷ് ഓർ സ്മോൾ ആനിമൽസ്. പരുന്ത് പിന്നെ ചെറിയ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റൊക്കെ റാഞ്ചിക്കൊണ്ടുപോകും. പിന്നെയോ ഫിഷിനെയൊക്കെ കഴിക്കാറുണ്ട്. കാർണിവോഴ്സ് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? യൂസ് ദ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദർ പ്രേ. അവരുടെ ഷാർപ്പ് നെയിൽസ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രേ, ഇരയെ അറ്റാക്ക് ചെയ്യുന്നത്. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദർ പ്രേ. അവരുടെ പല്ല് ഷാർപ്പാണ്, മൂർച്ചയുള്ളതും പോയിൻറ്റഡ് ആണല്ലേ, ഒരു നല്ല മൊനയുള്ളതുമായിട്ടുള്ള പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ബൈറ്റ്, കടിക്കുന്നത്. ആൻഡ് ടിയർ, കീറിയെടുക്കുന്നതും. Carnivore birds can peck and eat their prey with their strong and sharp beaks. നോക്കിയാൽ ഇപ്പോൾ ഈ പരുന്തിൻ്റെയൊക്കെ കൊക്കണ്ട് നമുക്ക് മനസ്സിലാവും, ഷാർപ്പാണ്. അപ്പോൾ അവർക്ക് അതിങ്ങനെ ഇറുക്കിയെടുക്കാൻ പറ്റും അവരുടെ ഇരയെ. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗ്യാതറിങ് ഫുഡ്. അവരുടെ കാലും അതുപോലെ ഒരു എന്താ പറയുക, മാന്തി എടുക്കാൻ പറ്റുന്നൊരു സാധനം പോലെയുള്ള കാലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഇരയെ അവർ കാലുകൊണ്ട് ഇറുക്കി എടുക്കുന്നു അല്ലേ. നെക്സ്റ്റ് ആണ് ഒംനിവോഴ്സ്. ഒംനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും കഴിക്കുന്നവർ. ഹെർബിവോഴ്സ് ഹെർബ് കഴിക്കും, കാർണിവോഴ്സ് കാർന്ന് തിന്നും. കാർന്ന് തിന്നൽ ലയണും ടൈഗറൊക്കെ. പിന്നെ ഇതിൽ രണ്ടും പെടാത്തവരാണ് ആര്? ഒംനിവോഴ്സ്. എക്സാമ്പിൾ ബെയേഴ്സ് ഈറ്റ് ബെറീസ്, ഫിഷ് ആൻഡ് ഇൻസെക്ട്സ്. ബെറീസും ഫിഷ് ഇൻസെക്ട്സൊക്കെ ബെയേഴ്സ് കഴിക്കാറുണ്ട്. പിന്നെയോ ഹ്യൂമൻ ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്. പിന്നെ ഹ്യൂമൻസ് എന്ത് കഴിക്കാറുണ്ട്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റൊക്കെ കഴിക്കാറുണ്ട്. പിഗ് കഴിക്കാറുണ്ട്, ക്രോ കഴിക്കാറുണ്ട്. ഇതൊക്കെ ഒംനിവോഴ്സാണ്. നെക്സ്റ്റ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നമുക്കൊന്ന് പഠിക്കാനുള്ളത് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളാണ് അല്ലേ, പൂമ്പാറ്റയുടെ ജീവിതചക്രം. അപ്പോൾ ഫസ്റ്റ് പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാവും? എഗ്ഗായിട്ടുണ്ടാവും. പിന്നെ അതെന്തായി മാറും? ലാർവയായിട്ട് മാറും. പിന്നെ അത് പ്യൂപ്പയാവും. പിന്നെ അതൊരു അഡൾട്ട് ബട്ടർഫ്ലൈ ആവും. സ്റ്റേജസ് ഓഫ് എ ബട്ടർഫ്ലൈസ് ലൈഫ്, ഒരു പൂമ്പാറ്റയുടെ ജീവിതം.
എഗ്ഗ്, ആദ്യം എഗ്ഗ് ഉണ്ടാവും. ദ ബട്ടർഫ്ലൈ സ്റ്റാർട്ട്സ് ആസ് എ ടൈനി എഗ് ഓൺ എ ലീഫ്. ഒരു ലീഫിൻ്റെ മുകളിലുള്ള കുഞ്ഞു മുട്ട, ടൈനി എഗ് എന്നാണ് തുടങ്ങുന്നത്. പിന്നെ കാറ്റർപില്ലർ ആവും. ഹാച്ചസ് ആൻഡ് ഈറ്റ്സ് ലീവ്സ് ടു ഗ്രോ. പിന്നെ ഈ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞു പുഴുവാവും. ആ പുഴു എന്ത് ചെയ്യും, പിന്നെ ലീവ്സൊക്കെ ഈറ്റ് ചെയ്തിട്ട് വളരും. പിന്നെ പ്യൂപ്പ ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ഷെൽ ടു ട്രാൻസ്ഫോം. പ്യൂപ്പ എന്ത് ചെയ്യുന്നു, ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മാറ്റത്തിനായി കാത്തിരിക്കുന്നു. ദെൻ അഡൾട്ട് ബട്ടർഫ്ലൈ, ഒരു പക്വതയേറിയ പൂമ്പാറ്റ എന്താണ്, എമർജേഴ്സ് വിത്ത് വിങ്സ് ടു ഫ്ലൈ. അതിനാണ് ചിറകൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. എന്നിട്ട് അത് പറക്കാൻ തുടങ്ങും. ഡിപ്പെൻഡൻസ് ഓൺ പ്ലാന്റ്സ്. എങ്ങനെയാണ് ഒരു പൂമ്പാറ്റ ചെടികളെ ആശ്രയിച്ചിരിക്കുന്നത്? പൂമ്പാറ്റയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബട്ടർഫ്ലൈസ് ലേയ്സ് ദർ എഗ്സ് ഓൺ സ്പെസിഫിക് പ്ലാന്റ്സ്. പ്രത്യേക ചെടികളിൽ മാത്രമേ ഇവർ മുട്ടയിടാറുള്ളൂ. കാറ്റർപില്ലേഴ്സ് ഈറ്റ് ലീവ്സ് ഫ്രം ദീസ് പ്ലാന്റ്സ് ടു ഗ്രോ. ഈ ചെടിയുടെ ഇലകൾ തന്നെയാണ് ആ പുഴുക്കൾ കഴിക്കുക. വേറെ ചെടിയുടെ ഇലകൾ അവർ കഴിക്കൂല. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വളരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഈ ജൈവ വൈവിധ്യവും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഈ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഡിഫറെൻറ്റ് സ്പീഷീസ് കോൺട്രിബ്യൂട്ട് ടു എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ്, അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പലതരം മൃഗങ്ങൾ അവിടെ ഉണ്ടാവണം. ഓരോരുത്തരുടെയും എന്താ പറയേണ്ടത്, കോൺട്രിബ്യൂഷൻ അവിടെ നിർബന്ധമാണ്. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ സർവൈവൽ. മൃഗങ്ങൾ ചെടികളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് ഇല്ല. സോ ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പിന്നെ ഒരുപാട് വനം നശീകരണവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതിനാണ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ വനമോ അല്ലെങ്കിൽ ഒരു മരം മുറിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും? ഒരുപാട് മൃഗങ്ങളുടെ, ഒരുപാട് ജീവികളുടെ പിന്നെ താമസ സ്ഥലമാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. ഒരു മരത്തിൽ തന്നെ നമുക്കറിയാം ഒത്തിരി മൃഗങ്ങൾ താമസിക്കും. പുഴുക്കളുണ്ടാവും, ചിലപ്പോൾ അതിനകത്ത് പക്ഷികളുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്ലേസ് വേർ ആൻ ഓർഗാനിസം ലിവ്. ഒരു ഓർഗാനിസം താമസിക്കുന്ന സ്ഥലമാണ് ഹാബിറ്റാറ്റ്. ഇതൊക്കെ ഹാബിറ്റാറ്റാണ്. വയൽ, ഫീൽഡ്, പോണ്ട്, കുളം, ഫോറസ്റ്റ്, കാട്, റിവർ, പുഴ, ഗ്രൂവ്, കാവ്, ട്രീ, മരം ഒക്കെയും ഹാബിറ്റാറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാബിറ്റാറ്റൊക്കെ പിന്നെ എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ കാലത്ത്? കട്ടിങ് ഡൗൺ ഫോറസ്റ്റ് ക്യാൻ ഡിസ്ട്രോയ് ഹോംസ് ഫോർ ആനിമൽസ് ലൈക്ക് ഒറാങ്ങുട്ടൻസ് ആൻഡ് ടൈഗേഴ്സ്. നമ്മൾ ഫോറസ്റ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈഗേഴ്സിൻ്റെയും മറ്റൊക്കെ വീട് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കടുവയൊക്കെ നാട്ടിലോട്ടേക്ക് ഇറങ്ങുന്നത്. പൊല്യൂഷൻ ക്യാൻ ഹാം മെറൈൻ ലൈഫ് ലൈക്ക് കോറൽ റീഫ്സ് ആൻഡ് ഫിഷ്. അതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കടലിലൊക്കെ കൊണ്ടിട്ടാൽ കടലിലുള്ള ജീവികളൊക്കെ മലിനീകരണം കൊണ്ട്, പൊല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യും? നശിച്ചു പോവും. നമ്മൾ എന്ത് ചെയ്യണം? കൺസർവേഷൻ എഫേർട്സ് എടുക്കണം. ഇതൊക്കെ സംരക്ഷിക്കാനുള്ള വഴികൾ നോക്കണം. പ്ലാന്റിങ് ട്രീസ് ടു ക്രിയേറ്റ് ന്യൂ ഹാബിറ്റാറ്റ്സ്. ഒരുപാട് മരങ്ങൾ നട്ടിട്ട് ഒരുപാട് ജീവികൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആകർഷിച്ചിട്ട് അവരുടെ താമസ സ്ഥലമാക്കി അതിനെ മാറ്റി കൊടുക്കണം. പ്രൊട്ടക്റ്റിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ത്രൂ വൈൽഡ് ലൈഫ് റിസർവ്സ്. പിന്നെ ഒരുപാട് മൃഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശം. അപ്പോൾ അവരെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വൈൽഡ് ലൈഫ് റിസർവ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ കൺസേർവ് ചെയ്യണം. ഇത്രയും കാര്യമാണ് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. See you in the next video. Till then, bye bye and take care.